0, 4, 18, 48, 100 dash. ഇതായിരുന്നു ചോദ്യം അല്ലെ? ചോദ്യങ്ങൾക്ക് ഉള്ള ഉത്തരം അതിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് അവിടെ തന്നെ എഴുതി വെക്കണം. നല്ലതാണ്. ഈ 0 ലഭിക്കുന്നത് അല്ലെങ്കിൽ ഈ 4 ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് ഇത് 2-3 പ്രാവശ്യം 1, 2, 3, 4 സ്റ്റെപ്പുകളിലൂടെ കടന്നു പോകണമെന്നില്ല. 0 into 1 square ആണ് ഈ 0. ഇനി അടുത്ത 0 കഴിഞ്ഞാൽ 1 into 2 square എത്രയാണ്? 4. 1 into 2 square. 2 square എന്ന് പറഞ്ഞാൽ 4 into 1 4 ആണ്. ഇനി അടുത്ത 1 കഴിഞ്ഞാൽ 2 ആണ്. 2 into 3 square എത്രയാണ്? 3 square എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9. 9 into 2 എത്രയാണ്? 18. ആ 18 എഴുതിയത് ഇതാണ് നോട്ട് ചെയ്ത് വെച്ചോളൂ. പിന്നെ പറഞ്ഞു 3 into 4 square ആണ് ഈ കാണുന്നത്. 4 square 16, 16 into 3 48. അടുത്തത് 4 into 5 square വരും. 5 square 25, 25 4 കൊണ്ട് കൊടുത്താൽ 100. അടുത്തത് 5 into 6 square ആയിരിക്കും കിട്ടേണ്ടത്. 6 square എന്ന് പറഞ്ഞാൽ 36, 36 into 5 180. 1/6 plus 1/12. ഇത് ഗ്രൂപ്പിൽ ഞാൻ അയച്ചു, നിങ്ങൾ ഷെയർ ചെയ്തിരുന്നോ ഇല്ലേ? ആ കുട്ടികളെ വായിച്ച ചോദ്യം ഏതെങ്കിലും കുട്ടികളെ വായിച്ച് ഗ്രൂപ്പിലുണ്ടല്ലേ ചോദ്യം? 1/6 plus 1/12 plus 1/20 plus 1/30 plus 1/42 1/42 plus 1/56 plus 1/56 okay plus 1/72 plus 1/72 plus 1/90. 1/90 എത്രയാ എന്നാണ് ഓപ്ഷൻ എന്തായിരുന്നു? Yes sir. 2/7 ഉണ്ട്. 2/5 1/10 7/45 89/90 89/90. ചോദ്യം വായിച്ച്. Okay sir. 1/6 plus 1/12 plus 1/20 plus 1/30 plus 1/42 plus 1/56 plus 1/72 plus 1/90. Okay. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന്റെ ആൻസർ അറിയാമോ? അറിയാവുന്ന കുട്ടികൾ യെസ് എന്ന് പറഞ്ഞാൽ മതി. അറിയില്ലാത്ത കുട്ടികൾ ഒന്ന് പറയണം. 1/5 1/10 7/45 പക്ഷേ ചോദ്യം കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻസർ 2/5 ആണ്. ഈ 1/6നെ 1/2 into 3 എന്ന് എഴുതാൻ പറ്റുമോ? കോമേഴ്സിലെ കുട്ടിയാണ് പറയേണ്ടത് മറുപടി. Yes sir. എഴുതാൻ പറ്റും. പ്ലസ് ഇത് ശരിക്കും ശ്രദ്ധിച്ചോളേണ്ടത്. ഈ 1/12 ഈ 12നെ എനിക്ക് 3 into 4 എന്ന് എഴുതാൻ പറ്റുമോ? Yes. അപ്പോൾ 1/20 എനിക്ക് എങ്ങനെ എഴുതാം? 1/4 into 5. 4 into 5 അതായത് 2, 3 പിന്നെ ഇവിടെ 4 into 5 എഴുതാം. ശരിയാണ്. പ്ലസ് 1/30 എനിക്ക് എങ്ങനെ എഴുതാം? 1/5 into 6. 5 into 6 എന്ന് എഴുതാം. പ്ലസ് 1/42 എങ്ങനെ എഴുതാം? 1/6 into 7. 6 into 7 എന്ന് എഴുതാം. ഇത് ശ്രദ്ധിക്കുക, ന്യൂമേഴ്സിന്റെ ചോദ്യം. പക്ഷെ എൽഎംഒസിക്ക് എന്തായാലും ചോദിക്കുക ന്യൂമേഴ്സിന് വരും. 1/56 എങ്ങനെ എഴുതാം? 1/7 into 8. 7 into 8 പ്ലസ് 72 എങ്ങനെ എഴുതാം? 1/8 into 9. പ്ലസ് 90 എങ്ങനെ എഴുതാം? 1/9 into 10. 9 into 10. ശരി. ഇവിടെ
ആദ്യം കാണുന്ന ഈ 1/2 അവസാനം കാണുന്ന ഈ 1/10 എടുക്കേണ്ടതുള്ളൂ എന്ന് നിങ്ങളെ അറിയിക്കാൻ പോവുകയാണ്. അത് ഒറ്റയ്ക്കെന്ന് പറയാൻ മനസ്സിലാവില്ല. ഇവിടെ ആദ്യം കാണുന്ന ഈ 1/2 1/2 ഇവിടെ എഴുതാം. ആ 1/2 നിന്ന് 1/10 കുറച്ചാൽ കിട്ടുന്നതായിരിക്കും ഇതിന്റെ ആൻസർ എന്ന് ആദ്യമേ നിങ്ങളോട് പറയുന്നു. അപ്പൊ നിങ്ങൾക്കൊരു സംശയം, എങ്ങനെയാണ് 1/2 ബാക്കി വന്നത്, എങ്ങനെയാണ് 1/10 അവസാനത്തത് ആണ് ബാക്കി വന്നത് എന്ന് നിങ്ങൾക്ക് സംശയം വരാം. അതാണ് ഇപ്പൊ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഇനി എന്റെ ചോദ്യം, 1/2 ഞാൻ മാറ്റി എഴുതുന്നത് നോക്കിക്കോളൂ. 1/2 മൈനസ് 1/3 എന്ന് എഴുതാൻ പറ്റുമോ? എന്റെ ചോദ്യം അതാണ്. കോഴ്സായ കുട്ടികൾ എന്ത് പറയുന്നു? 1/6 അല്ലെങ്കിൽ 1/2 1/2 മൈനസ് 1/3 എന്ന് എന്നിട്ട് എഴുതാൻ പറ്റുമോ? യെസ്. അതെന്തുകൊണ്ട്? ഈ 1/2 നിന്ന് 1/3 കുറച്ചാൽ 1/6 കിട്ടുന്നു എന്ന സത്യം നിങ്ങൾക്ക് അറിയാമോ? 1/2 നിന്ന് 1/3 അരയിൽ നിന്ന് 1/3 കുറച്ചാൽ 1/6 കിട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കോളൂ. അതിനുശേഷം നമുക്ക് നോക്കാം. കാരണം 2ന്റെയും 3ന്റെയും LCM 6 ആണെന്ന് എനിക്കറിയാം. 6ൽ 2 3 പ്രാവശ്യം 1 3 3 മൈനസ് 6ൽ 3 2 പ്രാവശ്യം 1 2 2 3ൽ 2 കുറച്ചാൽ 1 1/6 കിട്ടും. അതിപ്പോ തിരിഞ്ഞാവും. അപ്പോൾ 1/2 മൈനസ് 1/3 ആണ് 1/6. ഇനി ഇവിടെ ഒരു പ്ലസ് ഉണ്ട്. ആ പ്ലസ് നമുക്ക് തൽക്കാലം എടുക്കാം. ഈ പ്ലസ് ഇത് 1/2 മൈനസ് 1/3 എന്ന് എഴുതിയതുപോലെ ഇതിനെ നമുക്ക് 1/12 1/3 കുറയ്ക്കണം 1/4 എന്ന് എഴുതാം. പ്ലസ് 1/4 കുറയ്ക്കണം 1/5 എന്ന് ഇതിനെയും എഴുതാം. അത് 1/20 ആണ്. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. 1/4 കുറയ്ക്കണം 1/5 1/20 ആണ്. ചെയ്ത് നോക്കിയാൽ അറിയാം. കാരണം 4 5 LCM 20 ആണ്. പ്ലസ് ഇതിനെ 1/5 കുറയ്ക്കണം 1/6 എന്ന് എഴുതാം. പ്ലസ് 1/6 മൈനസ് 1/7 പ്ലസ് 1/7 മൈനസ് 1/8 പ്ലസ് 1/8 മൈനസ് 1/9 പ്ലസ് 1/9 മൈനസ് 1/10. ഇത്രയും മനസ്സിലായോ? മനസ്സിലാക്കേണ്ട യെസ് എന്ന് പറയാം, ഇല്ല നോ സെലക്ട് ചെയ്യാം. കോഹോസ്റ്റായ കുട്ടികൾ പറയാം. യെസ്, വെരി ഗുഡ്. ഇനി ഈ പ്ലസിന്റെ അടുത്തൊക്കെ ഞാൻ ഇവരൊന്ന് വേർതിരിക്കാൻ വേണ്ടിയിട്ട് ആ പ്ലസിന്റെ അടുത്തൊക്കെ ഞാൻ ചുവന്ന മഷി കൊണ്ട് ഒരു അടയാളം കൊടുക്കുന്നു. എന്നാൽ ഓരോന്നിനും വേർതിരിച്ച് കിട്ടും. ശരി. ഇനി എന്റെ ചോദ്യം, ഇവിടെ ഒരു -1/3 ഇവിടെ ഒരു +1/3 വന്നു കഴിഞ്ഞാൽ മൈനസ് പ്ലസ് ഒരേപോലെ വന്നാൽ 0 ആയിരിക്കും. കാരണം -3ന്റെ കൂടെ +3 കൂട്ടിയാൽ ഇന്ന് ഒരു കച്ചവടം ചെയ്തപ്പോൾ 3 രൂപ നഷ്ടം, ഇന്നലെ ഒരു കച്ചവടം ചെയ്തപ്പോൾ 3 രൂപ നഷ്ടം, ഇന്ന് ആ കച്ചവടം ചെയ്തപ്പോൾ 3 രൂപ ലാഭം. പോസിറ്റീവിനെ ലാഭമായിട്ടും നെഗറ്റീവിനെ നഷ്ടമായിട്ടും പരിഗണിച്ചാൽ ഇവിടെ 3 രൂപ നഷ്ടം, ഇവിടെ 3 രൂപ ലാഭം. സത്യത്തിൽ ലാഭമോ നഷ്ടം? രണ്ടുമില്ലാത്തതാണ് 0. ഒരു കച്ചവടം ചെയ്യുമ്പോൾ ഇന്നലെ എനിക്ക് 100 രൂപ നഷ്ടം വന്നു, അതേ സമയത്ത് ഇന്ന് എനിക്ക് 100 രൂപ ലാഭം കിട്ടി. എനിക്ക് ലാഭമാണ് നഷ്ടമാണ്? രണ്ടുമില്ലെന്നാണ്. അപ്പോൾ ഇവിടെ -1/3 +1/3 തമ്മിൽ അങ്ങനെ വെട്ടിപ്പോകും, അത് ഇല്ലാതാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ അടിച്ചു മാറ്റുന്നില്ല. 1/4 +1/4 -1/5 +1 -1/6 +1/6 -1/7 +1/7 -1/8 +1/8
-1/9 + 1/9 എല്ലാം പോയി. അവസാനം 1/2 നിന്ന് കുറയ്ക്കണം 1/10 മാത്രം ബാക്കിയാവും. ഇനി 1/2 നിന്ന് 1/10 കുറച്ചാൽ നിങ്ങൾ ചെയ്ത രീതിക്ക് അനുസരിച്ചാണെങ്കിൽ 2ന്റെയും 10ന്റെയും LCM 10 ആണ്. 10ൽ 2 5 തവണ, 5 2 10. 10ൽ 10 ഒരു തവണ, അപ്പൊ ഓരോന്ന് പോകുന്നു. അങ്ങനെ 5 1 കുറച്ചാൽ 4, 4/10. പക്ഷെ 4/10 നിങ്ങൾ ഓപ്ഷനിൽ കാണൂല. 4/10 പകരം വേറൊരാളെ ഓപ്ഷനിൽ കാണാം. അതാരാണ്? 2/5. 2/5. 4ന്റെ പകുതി 2, 10ന്റെ പകുതി 5. ഇങ്ങനെ 2 പകുതിയും കൂടി കൊടുത്താൽ ഇത് ഉത്തരം. ഒറ്റ തവണ കേട്ടാൽ മനസ്സിലാകും. ചില ചോദ്യങ്ങൾ നിങ്ങൾ 4-5 പ്രാവശ്യം ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണം. അങ്ങനെ പ്രാക്ടീസ് ചെയ്തെങ്കിൽ അതെന്താണ് ചോദ്യം. അതിന്റെ ഓപ്ഷൻ ആണ് നമ്മൾ അഞ്ചായിട്ട് കാണുന്നത്. ഈ 1/6 1/2 3 തരുന്നു, 3 4 തരുന്നു, 4 5 തരുന്നു, അങ്ങനെ എഴുതി പോകുന്നു. അതിന് മനസ്സിലായി. അവസാനം 9 10 1/2 ഈ 1/6 എന്താണ് ഇങ്ങനെ എഴുതിയതാണെന്ന് ചില സംശയം. 1/6 നമുക്ക് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് 1/2 - 1/3 എന്ന് എഴുതാം. കാരണം 6നെ സ്പ്ലിറ്റ് ചെയ്ത് 2 3 എഴുതുമ്പോൾ ഇവിടെ 1/6 1/2 - 1/3 എഴുതാം. കാരണം ഇത് മതി. 1/2 - 1/3 ഇവിടെ ഒരു പ്ലസ് ഉണ്ട്. ആ പ്ലസ് ഈ 1/12നെ 1/3 -1/4 എന്ന് എഴുതാം. ഇങ്ങനെ എഴുതിയൊക്കെ പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെയുള്ള ഒരു -1/3. അപ്പൊ ഇതിനനുസരിച്ച് ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാമോ? ഇതിനൊന്ന് പറയാം. പുതിയ കുട്ടികൾക്ക് വേണ്ടി ചിത്രം ഒന്നുകൂടി വരയ്ക്കുക. ഒരു സ്ക്വയർ വരയ്ക്കുക. ചെറുത് വച്ചാൽ ആ സ്ക്വയറിനോട് ചേർത്തിട്ട് അതിനേക്കാൾ വലിയ ഒരു സ്ക്വയർ വരയ്ക്കുക. ഇനി ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള സൈഡായിട്ട് വെച്ചുകൊണ്ട് വേറൊരു സ്ക്വയറിന്റെ ചോട്ടിൽ വരയ്ക്കും. അല്ലെങ്കിൽ സ്ക്വയറിനകത്ത് കണ്ടാൽ തോന്നേ. അപ്പൊ 1 2 3 ആയി. ഇനി ഈ ഒരു സൈഡിൽ എടുത്തുകൊണ്ട് ഈ സൈഡിന്റെ അതേ എണ്ണത്തില് വലിയൊരു സ്ക്വയർ വരയ്ക്കും. ഇതാണ് രൂപം. വരച്ചു കഴിഞ്ഞാൽ ഏസുമായി. അപ്പൊ ഇവിടെ 1 2 3 4 അങ്ങനെ 4 സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ട് ചെറുത്, കുറച്ച് വലുത്, അതിനേക്കാൾ വലുത്, ഏറ്റവും വലുത്, ഈ രീതിയിൽ 4 സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയ ഒരു രൂപമാണ്. ഈ രൂപം ഞാൻ തന്നുകൊണ്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്താവാം? ഫുൾ ഫിഗറിന്റെ ഏരിയയും പെരിമീറ്ററും. ഇതിന്റെ ഏരിയ ആയിരിക്കും ചോദിക്കുന്നത്. ശരി, ഇവിടെ 1 2 3 ഞാൻ ആദ്യം ചില സൂചനകൾ തരാം. ഇതിന്റെ ഏരിയ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ ഒന്നും തരാതെ ഏരിയ ചോദിക്കുന്നത് ശരിയില്ലല്ലോ. ഇതിന്റെ പരപ്പളവാണ് നിങ്ങളോടുള്ള ചോദ്യം. പരപ്പളവ് എത്ര എന്നാണ് നിങ്ങളോടുള്ള ചോദ്യം. ശ്രദ്ധിക്കുക, ഫോണിന്റെ നെറ്റ് ഉപയോഗിച്ചുകൊണ്ടാവുമ്പോൾ ചില കുട്ടികൾക്ക് ക്ലിയർ കുറയും. വൈഫൈകൾക്ക് കണക്ഷനുള്ള കുട്ടികൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പൊ പൊതുവെ നെറ്റ് ഇഷ്യൂ ഉണ്ട്, അത് മനസ്സിലാക്കുക. ഇത് സൗണ്ട് തൽക്കാലം കേട്ടുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നീട് യൂട്യൂബിൽ വരുന്ന സമയത്ത് ഇത് കാണാം. ഇവിടെ ഒന്നാമത്തെ ഈ ചെറുതിന്റെ പെരിമീറ്റർ ചുറ്റളവ് നിങ്ങൾക്ക് തരികയാണ്. അപ്പൊ ഒന്നാമത്തതിന്റെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് നിങ്ങൾക്ക് ഞാൻ 20 തരും. രണ്ടാമത്തതിന്റെ, അതായത് ഇതിന് തൊട്ട വരും, അതിന്റെ പെരിമീറ്റർ നിങ്ങൾക്ക് ഞാൻ തരികയാണ് 24 സെന്റിമീറ്റർ. ആദ്യത്തത് 20, ഇത് 20 ഏത് പെരിമീറ്റർ ചുറ്റളവ്. ഇതിന്റെ രണ്ടാമത്തെ ചുറ്റളവ് 24. ഇനിയാണ് നിങ്ങളോട് ചോദ്യം, വാട്ട് ഇസ് ദ ഏരിയ ഓഫ് ദ ഹോൾ ഫിഗർ? ഈ ഫിഗറിന്റെ 4 കൂടിയാൽ ഉണ്ടാവുന്ന ഏരിയ എത്രയാണെന്നാണ് ചോദ്യം. ഒന്ന്
ആദ്യത്തതിന്റെ ചുറ്റളവ്, ഇതിന്റെ ചുറ്റുമുള്ള അളവ്, ചുറ്റളവ് പെരിമീറ്റർ നിങ്ങൾക്ക് 20 തന്നിട്ടുണ്ട്. ആ 20 തന്നിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഒരു സൈഡ് എത്ര ഉണ്ടാവും? ധ്യാനം 5 സെന്റിമീറ്റർ. 5. ശരിയാണ്. അപ്പോൾ ഇതിന്റെ സൈഡ് 5 കിട്ടി. അപ്പം ഇവിടെ ഈ ചെറുതിന്റെ സൈഡ് 5 ആണെങ്കിൽ ഇതിന്റെ ഏരിയ എത്രയായിരിക്കും? 25 സെന്റിമീറ്റർ സ്ക്വയർ. ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതി. ഇനി അടുത്തതിലേക്ക് പോവാം. രണ്ടാമത്തതിന്റെ ഒരു പൊതു എന്റെ കയ്യിൽ തന്നെ കളിക്കുക. രണ്ടാമത്തതിന്റെ ചുറ്റളവ് 24 തന്നിട്ടുണ്ടെങ്കിൽ 24 തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു സൈഡ് ഉണ്ടാവുകയാണ് 6 സെന്റിമീറ്റർ. അപ്പോൾ 6 × 6 36 ആണ്. രണ്ടാമത്തതിന്റെ കിട്ടി 36. അതുപോലെ ഇനി ചെറിയ ട്രിക്ക് ഉപയോഗിക്കണം. ഇവിടുന്ന് ഇവിടം വരെ 5 ആണെന്ന് നിങ്ങൾ എന്നെ പറഞ്ഞു. ഇവിടുന്ന് ഇവിടം വരെ 6 ആണെന്ന് നിങ്ങൾ എന്നെ പറഞ്ഞു. എങ്കിൽ ഈ മൂന്നാമത്തതിന്റെ ഒരു സൈഡ് എന്താവും? ധ്യാന 11 സെന്റിമീറ്റർ. 11 ഉണ്ടാവും. ഇത് സ്ക്വയർ ആണെന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ 11 × 11 ചെയ്താൽ 121 അല്ലേ? യെസ്. അവിടെ 121 കൂടിയാണ് ഫിറ്റ് ചെയ്യാൻ. ഇനി ഇതിലേക്ക് വരാം. ഇതിലേക്ക് എങ്ങനെയും വരാം. ഇവിടുത്തെ 11 ആണെന്ന് ഇപ്പൊ തെളിഞ്ഞു. ഇവിടുന്ന് ഇവിടം വരെയോ 6. 11 6 കൂടി കൂട്ടിയാൽ എത്രയാവും? 17. അപ്പം ഈ വരുന്നത് 17 × 17 289 ആണെന്നാണ് എന്റെ വിശ്വാസം. ശരിയല്ലേ? യെസ്. ഇനി ഇതെല്ലാം കൂടി കൂട്ടിയാൽ ഇതിന്റെ ഏരിയ കിട്ടും. 9 നും 10 16 5 21 ഇട്ടുണ്ട്. 10 19 15 17 2 3 4 471 ആണ് ഇതിന്റെ ഏരിയ. ഏരിയ പറയുമ്പോൾ സെന്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ചതുരശ്ര സെന്റിമീറ്റർ പറയാം. മനസ്സിലായവർ യെസ് എന്ന് ടൈപ്പ്. മനസ്സിലാകാത്തവർ നോ എന്ന് ടൈപ്പ് ചെയ്യാം. യെസ്. അപ്പൊ റോഹൻലാൽ ഇത് മനസ്സിലായോ? എന്നാ ഒന്ന് വിവരിച്ചേ. ഫസ്റ്റിന്റെ പെരിമീറ്റർ തന്നിട്ടുണ്ട്. അതുപോലെ സെക്കൻഡ് സ്ക്വയറിന്റെ പെരിമീറ്റർ തന്നിട്ടുണ്ട്. രണ്ടിന്റെയും 20 24. അപ്പൊ ഒരു സ്ക്വയറിന്റെ പെരിമീറ്റർ അല്ലെന്നുണ്ടെങ്കിൽ 20ന്റെ കൂടെ അല്ല, ഒരു സംഖ്യന്റെ കൂടെ 4 ഗുണിക്കണം. അപ്പൊ 20ന്റെ കൂടെ 4 കൊണ്ട് ഹരിച്ചാല് ഒരു സൈഡ് കിട്ടും 5 ആണ്. അപ്പോ ആ ചെറിയ സ്ക്വയറിന്റെ ഇത് കിട്ടണമെങ്കിൽ 5 സ്ക്വയർ കിട്ടണം. അപ്പൊ ആ ചെറുതിൻ്റെത് 25 5 സ്ക്വയർ ആണ് വരിക. അപ്പൊ 5 സ്ക്വയർ 25 ആണ്. അപ്പോ സെക്കൻഡ് രണ്ടാമത്തെ ചെറിയ സ്ക്വയർ ആണ് പെരിമീറ്റർ ആണ് 24. 24ന്റെ കൂടെ 4 വെച്ച് ഹരിച്ചു കഴിഞ്ഞാല് 6 കിട്ടും. 6ന്റെ സ്ക്വയർ ആണ് 36. അപ്പൊ 2 കിട്ടി. ഇനി മൂന്നാമത് സ്ക്വയറിന്റെ ഇത് വരണമെങ്കിൽ 5ന്റെ കൂടെ 6 കൂട്ടണം. ഇവിടെ തന്നിട്ടുണ്ട് 2 സ്ക്വയറിന്റെ ഒരു ലെങ്ത് ആണ്. അപ്പൊ 5 + 6 11 ഉണ്ടാവും ഒരു സൈഡ്. അപ്പോ 11ന്റെ സ്ക്വയർ 121. പിന്നെ അടുത്ത് വലിയ സ്ക്വയർ പിന്നെ 17 17 × 17 219 എല്ലാം കൂടി കൂട്ടിയ 471 എന്ന സത്യം മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ ഇത് ഒന്നുകൂടി കണ്ടാൽ മതി. ഇതൊക്കെ ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കാണില്ല. ഇത്തരം ചോദ്യങ്ങളാണ് നിങ്ങളോട് സാധാരണ രീതിയിൽ വലങ്ങളിൽ ബന്ധപ്പെട്ട ചോദിക്കുക എന്ന് തിരിച്ചറിയുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഞാൻ പറഞ്ഞില്ലേ, സാറ്റ്, ജനറൽ മാത്സ്,
അതേപോലെ നിങ്ങൾക്ക് വരുന്ന ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അപ്പൊ USSന്റെ യൂണിവേഴ്സിറ്റി കുട്ടികൾക്ക് യൂണിവേഴ്സിറ്റി ചോദ്യങ്ങളാണ് അറിയോ, അതുകൊണ്ട് അത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് മറ്റു കാര്യങ്ങൾക്ക് എളുപ്പമാവുമെന്ന് ഞാൻ കരുതുന്നു. ഇതാ ഒരു ചോദ്യം. 2x3x4 ഇൻറ്റു 5x6 ഇൻറ്റു ഡാഷ് 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 ഡാഷ്. ഇതേതാ വർഷം? 2024. 2024. 2024 ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം വരും, അല്ല 2025 ബന്ധപ്പെട്ട ചോദ്യം. കണക്കിൽ ഇങ്ങനെയാ വരിക. സോഷ്യൽ സയൻസിൽ വേറെ 2024 നടന്ന സംഭവങ്ങൾ ചോദിക്കാം. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക. അതില് ഇവിടെ കണക്കില് 2024 അല്ലെങ്കിൽ വരുന്ന 2025 വെച്ചുകൊണ്ടുള്ള ചോദ്യം ഏത് വർഷത്തിനാണ് നമ്മൾ നിൽക്കുന്നത് അത് വെച്ചിട്ടുള്ള ചോദ്യം കണക്ക് പ്രതീക്ഷിക്കാം. ഇതാ അത്ര ചോദ്യം. ഇന്ന് 2024 വരെ ഉത്തരം അങ്ങോട്ട് കുടിക്കാൻ തീരുമാനിച്ചു. നമ്മളൊന്നും കുടിക്കണ്ട, കാരണം അതൊക്കെ പ്രയാസം. 2 മുതൽ 2024 വരെയുള്ള സംഖ്യകൾ മൊത്തം ഗുണിച്ചിട്ട് അവസാനം അതിൽ നിന്ന് 2023 കുറച്ചിട്ട് തൊട്ട മുമ്പത്തെ വർഷം കുറയ്ക്കുക. എന്നിട്ടോ അവസാനം ഇതെല്ലാം ചെയ്തതിനു ശേഷം 2024 കൊണ്ട് ഹരിച്ചാൽ അതിന്റെ റിമൈൻഡർ എത്രയാണ്? ആ ചോദ്യം ഒന്ന് പറഞ്ഞു കൊടുക്കൂ. ചോദ്യം വായിച്ചു കൊടുക്കൂ. 2 into 3 into 4 into 5 up till 2024 minus 2023 divided by 2024. What is the remainder? അതായത് 2 മുതൽ 2024 വരെ മൾട്ടിപ്പിൾ ചെയ്ത് തൊട്ട കാലത്തുള്ള 2023 കുറച്ചിട്ട് പിന്നെ 2024 കൊണ്ട് ഹരിച്ചാൽ ആ ഹരണഫലത്തില് എത്രയാണ് കിട്ടണ്ടേ? പക്ഷെ റിമൈൻഡർ എത്രയാണ്? ടൈപ്പ് ചെയ്തിട്ടുണ്ടോ അവിടെ കുട്ടികൾ? ഒന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഒന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടോ? യെസ്. ഒന്ന് ടൈപ്പ് ചെയ്ത കുട്ടിക്ക് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് നല്ല ഉത്തരം. ഒന്നാം ഉത്തരം 2024 2023 വർഷത്തിന് എത്രയാ ചേട്ടാ? 1. അപ്പൊ ആ കുട്ടി അത് എഴുതി ശരിയാ. ഓക്കെ, നോക്കാം. ഇതിന്റെ റിമൈൻഡർ എത്രയാണ്? നിങ്ങൾ ഒരു കാര്യം ചെയ്തു, നിങ്ങൾ അതൊക്കെ ഉണ്ട് ഈ ഒരു മോഡൽ ചോദ്യം നിങ്ങൾ ഉണ്ടാക്കി 2നെ 3 കൊണ്ട് ഗുണിക്കുക. എത്രയാ? 6. അപ്പോ ഈ 2നെ 3 കൊണ്ട് ഗുണിച്ചിട്ട് 6 കിട്ടി. ഈ 3ന്റെ തൊട്ടുള്ള സംഖ്യ ഏതാ? 2. ആ 2 ഇല്ല കുറച്ചറിയാം. അപ്പൊ എത്ര കിട്ടും? 4. ആ 4നെ വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്രയാണ്? 1. ഒന്നുകൂടി പറയാം. ആ ചോദ്യം ഞാൻ വേറെ ചെറുതാക്കി, ഇത് വലുതാക്കിയിട്ടല്ലേ നിങ്ങളുടെ പ്രശ്നം. ഞാനത് ചെറുതാക്കി 2നെ 3 കൊണ്ട് ഗുണിക്കാൻ പറഞ്ഞു, ഗുണിച്ചു. എന്നിട്ട് 3ന്റെ തൊട്ട മുമ്പുള്ള 2 കുറയ്ക്കാൻ പറഞ്ഞു, കുറച്ചു. എന്നിട്ട് ആ കിട്ടി കഴിഞ്ഞാൽ തൊട്ട അവസാനത്തെ 3 കൊണ്ട് ഹരിക്കാൻ പറഞ്ഞു, റിമൈൻഡർ 1 കിട്ടി. ഇനി അടുത്ത വെക്കോടെ 2 into 3 into 4 എത്രയാണ്? 24. ആ 24ൽ നിന്ന് പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഞാൻ ഈ 3 മൈനസ് ചെയ്യണം. ഈ പറഞ്ഞത് പോലെയാണെങ്കിൽ ഈ തൊട്ട മുമ്പുള്ള 3 മൈനസ് ചെയ്യണം. എത്രയാണ്? 21. ആ 21നെ ഞാൻ അവസാനം കാണുന്ന 4 കൊണ്ട് ഡിവൈഡ് ചെയ്താണ് റിമൈൻഡർ എത്രയാണ്? 1. 4 20 1 2 into 3 into 4 into 5 എത്രയാണ്? 120. 120ൽ നിന്ന് ഞാൻ മൈനസ് ചെയ്യുന്നത് എത്രയാണ്? 4. 4 മൈനസ് ചെയ്താൽ 116 കിട്ടണം. ആ 116നെ വീണ്ടും ഞാൻ അവസാനത്തെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് സംഭവിക്കുന്നു എന്ന് നിങ്ങൾക്ക് നോക്കാം. 116 ഡിവൈഡ് ബൈ 5 2 5 10
16 5 15 1 ഭാഗം അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് പറഞ്ഞൂടെ? Yes. ഇത് മനസ്സിലായവർ ലൈക്ക് തന്നെ അല്ലെങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്ത്. അപ്പൊ ഇവിടെ ഏതൊരു ചോദ്യം വന്നു കഴിഞ്ഞാലും ആ ചോദ്യം നിസ്സാരമാക്കാനുള്ള അല്ലെങ്കിൽ നിസ്സാരമായിട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാമർഥ്യമാണ് നിങ്ങൾ കാണിക്കുന്നത്. അത് പരീക്ഷ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ റഫ് ചെയ്ത് പഠിക്കാം. ഇവിടെ ഇന്നലെ ഞാൻ വേറൊരു ചോദ്യം പോസ്റ്റ് ചെയ്തു. ഈ ചോദ്യങ്ങളുടെ എല്ലാം മറുപടി ഓൺലൈൻ ക്ലാസ് തന്നെ പറയും. ഇന്നലെ വേറൊരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് തന്നിരുന്നു. ആദ്യത്തെ 20 എണ്ണസംഖ്യയുടെ തുകയേക്കാൾ ആദ്യത്തെ 20 എണ്ണസംഖ്യയുടെ സമ്മിനേക്കാൾ എത്ര കൂടുതലാണ് അടുത്ത 20 സംഖ്യകളുടെ സം? ആദ്യത്തെ 20 എണ്ണസംഖ്യയുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് അടുത്ത 20 എണ്ണസംഖ്യയുടെ തുക എന്നാണ് ചോദ്യം. ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് അവിടെ ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ കണ്ടുപിടിക്കാനുള്ള മാർഗം 1 + 2 + 3 + 4 + 5 കൂട്ടിയാൽ നിങ്ങൾക്ക് എത്ര കിട്ടുക? 15. അപ്പോൾ പിന്നെ നിങ്ങളോട് ചോദിക്കുമ്പോൾ 6 + 7 + 8 + 9 + 10 എത്രയാണെന്നാണ് ചോദ്യം. 40. അപ്പോ 15നേക്കാൾ എത്ര കൂടുതലാണ്? 25. ആ 25 കിട്ടാൻ ഇവിടെ എത്ര സംഖ്യകളുണ്ട്? 1 2 3 4 5 5 സംഖ്യകളുടെ 5 × 5 25 ആണ്. അപ്പം ഇവിടെ 5 × 5 25 ആണ്. ആ 25 ആണ് വ്യത്യാസം. അപ്പോൾ ആദ്യത്തെ 5 എണ്ണസംഖ്യയുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് അടുത്ത എണ്ണസംഖ്യയുടെ 5 എണ്ണസംഖ്യയുടെ തുക എന്ന് ചോദിച്ചാൽ അവിടെ 25 കിട്ടുന്നത് എത്ര എണ്ണമുണ്ടോ അതിനകത്ത് കുറിച്ചാണ്. ഇത് വേറെ രീതിയിൽ പരീക്ഷയ്ക്ക് വരാറുണ്ട്. തുടർച്ചയായ 10 ഒറ്റ സംഖ്യകളുടെ ഓഡ് നമ്പേഴ്സിന്റെ തുക 500. തുടർന്ന് വരുന്ന 10 ഓഡ് നമ്പേഴ്സിന്റെ സമ്മ് എത്ര? അതിന് ഉത്തരം 700. അതെങ്ങനെയാ കണ്ടുപിടിക്കുക? തുടർച്ചയായ 10 ഒറ്റ സംഖ്യകളുടെ തുക 500 എന്ന് പറഞ്ഞപ്പോൾ 10 നിങ്ങൾക്ക് ചോദ്യത്തില്ല. 10നെ 10 കൊണ്ട് കുടിക്കുക. അപ്പൊ 100 കിട്ടും. ആ 100ന്റെ ഇരട്ടിയായ 200 കൂടി ഇതിന്റെ കൂടെ ഏണില്ല. അതാണ് എന്റെ വിദ്യ. അപ്പൊ ഇതിനെ പറ്റി എനിക്ക് അറിയില്ലെങ്കിൽ ചെറിയ ഒരു 4 സംഖ്യകൾ എടുത്ത് വെറുതെ കൂട്ടുക. 3 + 5 + 7 + 9 വെറുതെ കൂട്ടുക. ഇവിടുന്ന് തുടങ്ങാം ഒറ്റ സംഖ്യ. 9 7 16 3 19 24. അപ്പോൾ പിന്നെ നിങ്ങളോട് ചോദിക്കുന്നത് തുടർന്ന് വരുന്ന ഒറ്റ സംഖ്യകൾ 11 + 13 + 15 + 17. ഈ തുക നിങ്ങൾ കൂട്ടി നോക്കണ്ട. പകരം ഇവിടെ 4 എണ്ണം ഉണ്ടെങ്കിൽ 4ന്റെ സ്ക്വയർ ആയ 16ന്റെ ഇരട്ടി 16 എടുത്താൽ ഇരട്ടി എടുക്കുക 32. 32 ഇതിനോട് കൂട്ടിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് 56 കിട്ടും. ഇത് കൂട്ടിയാൽ നിങ്ങൾക്ക് 56 കിട്ടും. 7 5 12 3 5 16 56. ഓക്കെയാണ്. അപ്പൊ ഇങ്ങനെ ചെറിയ സംഖ്യകൾ എടുത്തിട്ട് പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ചെയ്ത് പഠിച്ചാൽ മതി. കഴിഞ്ഞ ദിവസം മാത്ത് ചോദ്യ പേപ്പറിൽ തന്നിരിക്കുന്ന ചോദ്യം അതിന്റെ ബാക്കി ഭാഗങ്ങളാണ് ഇതിപ്പോ എടുക്കാൻ പോകുന്നത്. അത് മിസ്സിംഗ് നമ്പേഴ്സ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തത്. അപ്പൊ അതിനിടയ്ക്ക് ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു സാറ്റിൽ ബന്ധപ്പെട്ട ഒരു ചോദ്യം തരികയാണ്. ശ്രദ്ധിക്കുക, ഈ ചോദ്യങ്ങളുടെ ആൻസർ നിങ്ങൾ അതിൽ തന്നെ കമന്റ് ചെയ്യണം. കാരണം നിങ്ങളുടെ എങ്ങനെ നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കിയെന്ന് എനിക്ക് മനസ്സിലാകാനുള്ള ഒറ്റ മാർഗം ഈ ഫോണിൽ കൂടെ തന്നെയാണ്. കാരണം പലപ്പോഴും നമ്മൾ തമ്മിൽ നേരിട്ട് കാണാത്ത കുട്ടികളുണ്ട്. ചില സ്കൂളിൽ തന്നെ നേരത്തെ പോകുക. ആ സമയത്ത് അവരന്ന് നോട്ട് കാണിക്കും. ഇതൊന്ന് ഈ ഉത്തരം ഒന്ന് ടൈപ്പ് ചെയ്താണ്. ഈ ചോദ്യം കൂടെ എഴുതും. 1 + 1/2 into 1 - 1/3 into
1 plus 1 by 4 into 1 minus 1 by 5 into dash 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 1 minus 1 by 99 എത്രയാണ്? അത് ചോദ്യം ഒന്ന് വായിച്ചു. 1 plus 1 by 2 into 1 minus 1 by 3 into 1 plus 1 by 4 into 1 minus 1 by 5 into up to 1 minus 1 by 99. ഇനി നിങ്ങൾക്ക് മാറ്റ് ചോദ്യ പേപ്പറിൽ വരുന്ന ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതിലുണ്ട് കോമ്പദർശ. ഇപ്പം 86 കുട്ടികൾക്ക് ഒരു 10 മിനിറ്റ് കൂടി ഇരിക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മിസ്സിംഗ് നമ്പേഴ്സ് വെച്ചിട്ടാണ് നിർത്തിയത്. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, നമ്പർ സീരീസിൽ 5 ചോദ്യം ഉണ്ടാവും, പിന്നെ മിസ്സിംഗ് നമ്പേഴ്സ് 5 ചോദ്യം ഉണ്ടാവും. ഇത് രണ്ടും കിട്ടണമെങ്കിൽ നമ്പേഴ്സിനെ പറ്റി വ്യക്തമായ ധാരണ വേണം. പ്രത്യേകിച്ച് സ്ക്വയർ നമ്പറിനെ പറ്റിയും പ്രൈം നമ്പറിനെ അത് നിങ്ങൾ കാണാതെ പഠിക്കാൻ ഞാൻ പറഞ്ഞതുമാണ്. അപ്പൊ നിങ്ങളത് പഠിക്കാത്തതുകൊണ്ട് കിട്ടിയാൽ വരുന്നത് അവിടെ നന്നായി പഠിച്ചോളൂ. ശരി, ഇവിടെ അടുത്തത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള, അതുകൊണ്ട് ഈ ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് ഞാൻ കൊടുക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. പക്ഷെ നിങ്ങളെ നേരിട്ട് കാണാനുള്ള സമയമായി കിട്ടാത്തതാണ് ഞാൻ ഈ ചോദ്യങ്ങളുടെ മോഡൽ ഇപ്പൊ തരുന്നത്. ഈ മോഡലാണ് നിങ്ങൾക്ക് ഹയർ ലെവൽ ചോദ്യമായിട്ട് ഞാൻ തരാൻ പോകുന്നത്. അപ്പൊ ഇത് ചെറിയൊരു സാധനമാണ്, പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. യെസ്, ഇതിൽ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ഒരു ടോപ്പിക് നിങ്ങൾ പഠിക്കാനുണ്ട്. അതിൽ വരുന്ന ഒരു ചോദ്യമാണ് ഇപ്പൊ തരാൻ പോകുന്നത്. അപ്പൊ മാറ്റാണ് ഇപ്പൊ എഴുതാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ഈ മാറ്റ് എടുക്കുന്ന സമയത്ത് USSലെ കുട്ടികൾ അതിന് വേണമെന്നില്ല, നല്ല വിരോധവുമില്ല. അപ്പൊ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ബന്ധപ്പെട്ട് എല്ലാം ക്യാപ്ചർ വരിക. ബ്ലാക്ക് എന്നതിന്റെ കോഡിംഗ്, ബ്ലാക്ക് കോഡഡ് എക്സ് ഇങ്ങനെ വരിക. ബ്ലാക്ക് ഈസ് കോഡഡ് എക്സ് എന്ന് പറഞ്ഞാൽ വരിക. അപ്പൊ ഞാൻ തൽക്കാലം വേറെ മാർക്ക് കൊടുക്കുകയാണ്. CKBBL ആണ്. ബ്ലാക്ക് ഈസ് കോഡഡ് CKBBL എങ്കിൽ വൈറ്റ് എങ്ങനെ കോഡ് ചെയ്യാം? ചോദ്യം വായിച്ച്. Black equals CKBBL. Then what is white? Yes, ഇത് ആദ്യ ഘട്ടത്തിൽ നിങ്ങൾ ചെയ്യേണ്ടതാണ്. നോട്ട്ബുക്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാനാണ് അത് വേഗം മനസ്സിലാവും. ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് ആവില്ല, സമയം ഉണ്ടാവില്ല. കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് കിട്ടണമെങ്കിൽ ഏത് സെറ്റിലുള്ള നമ്പേഴ്സ് ലെറ്റേഴ്സ് എവിടെ നിൽക്കുന്നു അറിയണം. അപ്പൊ ബ്ലാക്ക് നേടുക. എവിടെയെങ്കിലും എന്നിട്ട് ചെറിയൊരു പെട്ടി വരും. ആ പെട്ടിയുടെ ചോട്ടില് ഈ റെഡ് കൊണ്ട് CKBBL എഴുതണം. അതിനനുസരിച്ച് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വൈറ്റിനെ ഇങ്ങോട്ട് മാറ്റാം. ആ വൈറ്റിനെ ഇങ്ങോട്ട് മാറ്റിയിട്ട് അവിടെ എന്തെങ്കിലും ഇപ്പൊ തിരിയുന്നു. ഇനി നോക്കിക്കോളൂ, പെൻസിൽ കൊണ്ട് അല്ലെങ്കിൽ ചുവന്ന മഷി കൊണ്ട് മാറ്റിയ CB ഇവിടെ C ആയത്. അപ്പം ABC അപ്പം തൊട്ടടുത്ത നമ്പറാണ്. അപ്പൊ അവിടെ +1 ആണ് BC. അതേ സമയത്ത് L ഇവിടെ K ആണ്. നിങ്ങൾക്കറിയാം K കഴിഞ്ഞില്ലേ IJKL. അപ്പം L നേരെ തിരിച്ചായി പോയി. അപ്പൊ അങ്ങനെയാണെങ്കിൽ -1 ആണ്. തൊട്ടടുത്ത് A ഇവിടെ B ആയി, അതിന്റെ അർത്ഥം ഇവിടെ +1 AB. അടുത്ത നമുക്ക് C ഇവിടെ B ആയി. അപ്പൊ നമുക്ക് ഇതായിരുന്നു വേണ്ടത്, BC എന്നായിരുന്നു. അപ്പൊ തിരിഞ്ഞു പോയി. അപ്പൊ അവിടെ -1 ഒന്നാണ് ഇരിക്കുന്നത് BC. അപ്പൊ BC തൊട്ടടുത്താണ്. അതിന്റെ KL ആണ് +1. അപ്പൊ +1 -1 +1 -1 +1 ആ പ്രോഗ്രാം. അങ്ങനെയാണെങ്കിൽ ഇതിനെ അങ്ങനെ നിങ്ങൾ ക്രമീകരിക്കേണ്ടതുണ്ട്. അപ്പൊ W +1 ആകുമ്പോൾ ഇവിടെ എന്താ എഴുതുന്നത്? X. ഇവിടെ എന്തെങ്കിലും രണ്ടാമത്തെ G. അപ്പൊ GH. ഇനി IJ MNOPST അങ്ങോട്ട്. ഇനി എവിടെയോ ABCDEF. ഇത് കിട്ടിയവരുണ്ടെങ്കിൽ പേര് എഴുതിയിരുന്നു. മാർക്കിൽ കിട്ടുന്നത് മാറിയാം.
മാറിയിട്ടുണ്ടോ? ഒന്നുകൂടി നോക്കിയേ, ചെക്ക് ചെയ്തൊക്കെ മാറിയിട്ടുണ്ടോ? ആദ്യത്തത് എക്സ് അല്ലേ? Yes. രണ്ടാമത്തെ എന്താ വരിക? G. അല്ലേ? J. ജി. മൂന്നാമത്തെ എന്താ വരിക? J. ജെ. ജെ ഐ ജെ. നാലാമത്തതോ? S. എസ് ടി. എസ് ടി. അടുത്തതോ? F. അപ്പൊ ഇത് കിട്ടിയ കുട്ടികൾ എന്തോ എസ് എന്ന് ടൈപ്പ് ചെയ്ത് എക്സ് ജി ജെ എസ് എഫ്. ഇത് കിട്ടിയ കുട്ടികളൊന്ന് ലെഫ്റ്റ് എന്നതിന്റെ കോഡിങ് 1522217 എങ്കിൽ ഹാൻഡ് അതെങ്ങനെ കോഡ് ചെയ്യാം? നമ്പർ ഇട്ട് എഴുതിയാൽ മതി, ആൻസർ കിട്ടിയിട്ടെ. ഓപ്ഷൻ ഞാൻ തരുന്നില്ല. അതായത് എയുടെ ജോഡി സെറ്റ് ആണെന്നും ബിയുടെ ജോഡി ഇവിടെ വൈ ആണെന്നും മനസ്സിലാക്കി. കാരണം രണ്ടു കൂട്ടി 27 കിട്ടും. 21 + 26 27, 2 + 25 27. അത് ഞാൻ പഠിപ്പിച്ചതാണ്, നിങ്ങൾക്ക് നേരത്തെ വന്ന ക്ലാസ് തന്നാണ്. ശരി, അങ്ങനെ വരുമ്പോൾ ഇവിടെ എച്ച് എസ് എ സെറ്റ് എം കിട്ടി. ഡിയോ W. മൗണ്ടൻ ഡ്യൂ. മൗണ്ടൻ ഡ്യൂ. ശരി, അപ്പോൾ ഇവിടെ എസിന്റെ അക്ഷരം പിടിക്കണം, സെറ്റിന്റെ അക്ഷരം പിടിച്ചു, എം 13 പിടിച്ചു, ഡബ്ല്യു 23 പിടിച്ചു. അത് എഴുതി കൊടുത്തു. ഇതാണ് ഈ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗിന്റെ കാര്യം. ഇന്ന് 2 ചോദ്യം ഞാൻ ഹോംവർക്ക് ആയിട്ട് തരികയാണ്. ക്ലോക്ക് എന്നതിന്റെ കോഡിംഗ് ENQEM ആണ്. എങ്കിൽ വാച്ച് ഒന്നാമത്തെ ചോദ്യം. ഈ രണ്ടാമത്തെ ചോദ്യം ഡേ 15, ഡേറ്റ് 20. കാലണ്ടർ ആ 2 ചേർന്ന് 3 വർഷം വായിച്ചു. ഓപ്ഷൻസ് കൊടുക്കണം. നിങ്ങളിവിടെ പോയ ആരൊന്നും ഇണ്ടാത്തെന്താ? Sir, വായിക്കട്ടെ. വായിച്ചു. If the coding of clock is ENQDM, what is the coding of watch? Options: ഓപ്ഷൻ ഒന്ന് വായിച്ചോളെ. YCVEJ. Second option YCXDJ. Third option ZCVDK. അടുത്തത് Fourth option ZYCJE. Second question. Day equals 15. Date equals 20. Then what is calendar? Options: 25, 35, 40, 50. ഇതാണ് ഇന്നത്തെ ചോദ്യം. മാത്സിൽ 2 ചോദ്യം ഞാൻ തന്നു, സാറ്റിൽ 2 ചോദ്യം ഞാൻ തന്നു. ഫ്രാക്ഷനായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ക്ലാസ് എല്ലാ ക്ലാസ്സിലും യൂട്യൂബിൽ അവൈലബിൾ ആണ്. ലെഫ്റ്റ് എന്നല്ലേ എഴുതിയത് അല്ലേ? ആ ലെഫ്റ്റിന്റെ കോഡിങ് ഇവർ കൊടുത്തത് 15, 22, 2, 17 എന്നാണ് അല്ലേ? ഇനി അതിനാണ് നേരത്തെ ഒരു കുട്ടി പറഞ്ഞത് എല്ലിന്റെ നമ്പർ അല്ല ഈ 15. പക്ഷേ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു സാധനം എഴുതി വെക്കണം. ഞാൻ നേരത്തെ ക്ലാസ് എടുക്കുമ്പോൾ ടീച്ചറുടെ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ ക്ലാസ് എടുക്കുമ്പോൾ ഇങ്ങനെ 13 കളി ഉണ്ടാക്കും. ആ 13 കളി ഉണ്ടാക്കും. മേലത്തെ കളിയിൽ 13ാമത്തെ ആളായിട്ട് എം വരും, 14ാമത്തെ ആളായിട്ട് എൻ വരും. അപ്പൊ എമ്മിന്റെ തൊട്ട് മുമ്പാരാണ് എന്തിന്റെ
എം എൻ ഒ പി ക്യു ആർ എസ് ടി ഇങ്ങനെയാണ് വരിക ഇങ്ങോട്ട്. ഇനി എമ്മിന്റെ തത്വം വരാം. അതിന് എ എൽ. ഇനി അടുത്തത് ഇവിടെ പി, ഇവിടെയോ ജെ, ഇവിടെയോ ഐ ആർ, ഇവിടെയോ H, എച്ച്, ഇവിടെയോ G, ഓ G, വിടുന്നില്ലേ പറ. G, ജി ജി ആണ്. ജി എച്ച് ഐ ജെ എ എൽ എം എൻ ഒ പി ക്യു ആർ എസ് ടി. ഇത് ബാക്കിയുള്ളത് നിങ്ങൾ എഴുതിക്കോളേ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇപ്പോൾ ചോദിച്ചിട്ടാണെന്ന് പറഞ്ഞു. ഇവിടെ എം 13 എം 14 അക്ഷരത്തിൽ. 13 14 കൂട്ടിയാൽ 27. എൽ ഇവിടെ മറ്റേത് 15 ഓ. അപ്പോൾ 12 15 കൂട്ടിയാൽ 27. അപ്പൊ ഇത് ഓർമ്മിച്ച് വെക്കണം. എം എൻ എമ്മിന്റെ ജോഡിയാണ് എൻ മനോഹരൻ, എല്ലിന്റെ ജോഡിയാണ് ഓ ലവ്, കെയുടെ ജോഡിയാണ് പി കെ പി കേരള പോലീസ്, ജെ ക്യു ജംഗിൾ ക്യൂ എന്ന് പറയാം. അതുപോലെ ഐ ആർ എന്താ പറയാ കുട്ടികൾക്ക് അറിയാതെ? ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യൻ റെയിൽവേ ഓർമ്മിച്ച് വെക്കാൻ. എച്ച് എസ് നിങ്ങൾക്ക് അറിയാലോ, high school. ഹൈസ്കൂൾ. ജി ടി ഗോഡ്. അപ്പൊ ഇങ്ങനെ ഇത് ഓർമ്മിച്ച് വെക്കണം. അത് അറിഞ്ഞുകൊണ്ടാകുമ്പോൾ ഒരു പറ്റിയത്. അവിടെ ഇവിടെ ലെഫ്റ്റ് എല്ലിന്റെ ജോഡി ഇവിടെ ഓ ആണ്. ആ ഓ ആണ് ഇവിടെ എഴുതുന്നത്. അതുപോലെ ഇയുടെ ജോഡി അത് നിങ്ങൾക്ക് കിട്ടും, ബി കിട്ടും ചെയ്ത് നോക്കിയാൽ. എഫിന്റെ ജോഡി അത് ഞങ്ങൾ കൊടുത്തിട്ടില്ല, എഫിന്റെ ജോഡി യു ആണ്. ടിയുടെ ജോഡി അതുകൊണ്ട് ഉണ്ട്, ജി ആണ്. ഇനി ഇവയുടെ ഒക്കെ നമ്പറാണ് ഇവിടെ എഴുതിയത്. ഓ 15-ാമത്തതാണ്, ബി 22-ാമത്തതാണ് അല്ലേ? അടുത്തത് യു 21-ാമത്താണ്, ജി 7-ാമത്തതാണ്. ഇങ്ങനെയാണ് എഴുതിയത്. അത് മനസ്സിലായോ? ഡീകോഡിങ് എടുക്കുന്ന സമയത്ത് മനസ്സിലായിക്കോളും കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് കൂടെ അവസാനിപ്പിക്കാം. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുള്ള കുട്ടിയായിട്ട് അവിടെ നിൽക്കാം.